എവിക്ഷൻ നോമിനേഷൻ, പവർ ടീം അഴിച്ചുപണി, പുതിയ ക്യാപ്റ്റൻ ചാർജ് എടുക്കൽ, പുതിയ മാറ്റങ്ങൾ, ബിഗ് ബോസ് വീട്ടിൽ വീക്കെൻഡ് എപ്പിസോഡിൽ നടന്ന സംഭവങ്ങൾ എന്താണെന്ന് അറിയണ്ടേ? ആദ്യം തന്നെ പറയാനുള്ളത് പവർ ടീം. എന്തിനാണ് ഈ പവർ ടീം എന്ന് ബിഗ് ബോസിന് വരെ തോന്നി തുടങ്ങി. ഇങ്ങനെയാണ് പോക്കെങ്കിൽ പവർ റൂം ഒഴിവാക്കേണ്ടി വരും. ഒട്ടും ആക്റ്റീവ് അല്ല എന്ന് പറഞ്ഞാൽ ഒട്ടും ആക്റ്റീവ് അല്ല. അങ്ങനെ ഒരു പവർ ടീമാണ് കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നത്. സിബിനും പൂജയും പുറത്തു പോയതോടെ അണഞ്ഞ തീ പോലെയാണ് പവർ ടീമിനെ പിന്നീട് കണ്ടത്. ബിഗ് ബോസിന് ഉൾപ്പെടെ അങ്ങനെ തോന്നിയത് കൊണ്ടാണ് പവർ ടീമിൽ ഒരു അഴിച്ചുപണി നടത്തിയിരിക്കുന്നത്. ബിഗ് ബോസ് പറയുന്നുണ്ട്, കഴിഞ്ഞ ആഴ്ച പവർ ടീമിന്റെ സജീവ സാന്നിധ്യമോ അതുപോലെ ഇടപെടലോ കണ്ടിരുന്നില്ല, പവർ ടീം ഇൻവിസിബിൾ ആയിരുന്നു എന്നൊക്കെ. അതുകൊണ്ടാണ് പവർ ടീമിലെ 2 പേരെ പുറത്താക്കി പകരം 2 ആൾക്കാരെ കൊണ്ടുവന്നത്. പവർ ടീമിലേക്ക് വരുന്ന പുതിയ ആൾക്കാരെ ബിഗ് ബോസ് അല്ല തീരുമാനിക്കുക, പകരം പവർ ടീം തന്നെയാണ്. ഉള്ളത് പറയാലോ, പവർ ടീമിൽ ആർക്കും പുറത്തു പോകണമെന്നുണ്ടായിരുന്നില്ല. സംഭവം ഋഷിയും ഗബ്രിയും ശരണ്യൊക്കെ പോവാമെന്ന് പറഞ്ഞുവെങ്കിലും ഉള്ളിൽ പോവേണ്ട എന്ന രീതിയിലാണ് അവർ നിന്നിരുന്നത്. കാരണം പുറത്തു പോയാലും നോമിനേഷനിൽ വരും, അതുപോലെ ഒരു പണിയെടുക്കണ്ട, സുഖജീവിതം. മാക്സിമം ശരണ്യ പവർ ടീമിൽ ഉള്ളവരെ കൊണ്ട് തന്നെ അകത്ത് നിൽക്കണമെന്ന് പറയിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. അതുകൊണ്ടാണ് ഗബ്രിയോട് നീ കുറെ ആയില്ലേ പവർ ടീമിൽ നിൽക്കുന്നു, മറ്റുള്ളവർക്ക് ചാൻസ് കൊടുക്കൂ എന്നൊക്കെ പറയുന്നത്. ലാസ്റ്റ് ഗബ്രിയും ഋഷിയുമാണ് പവർ ടീമിൽ നിന്ന് ഇറങ്ങിയത്. സ്വയം തീരുമാനമെടുത്താണ് ഗബ്രിയും ഋഷിയും പവർ റൂമിൽ നിന്ന് ഇറങ്ങുന്നത് തന്നെ. ഒരു പക്ഷേ ഗബ്രിയുടെ മൈൻഡ് ഗെയിം ആയിരിക്കാം ഈ തീരുമാനത്തിന് പിന്നിൽ. കാരണം താൻ സ്വയം പുറത്തിറങ്ങുമ്പോൾ മറ്റുള്ളവർ കരുതുക പവർ ടീമിന് പുറത്തായാലും കളിച്ചു മുന്നേറാമെന്ന കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ്, പുറത്താകുമെന്ന ഭയമില്ലാത്തത് കൊണ്ടാണ് എന്നൊക്കെയാണ്. അതുകൊണ്ടായിരിക്കണം ഈ തീരുമാനത്തിലെത്തിയത്. ഋഷി ആണെങ്കിലോ നോമിനേഷനിൽ വന്നാലേ പ്രേക്ഷക തീരുമാനം അറിയാൻ പറ്റുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. ശരണ്യയും ശ്രീരേഖയാണെങ്കിൽ നോമിനേഷൻ ഭയം ഉള്ളതുകൊണ്ടാണ് അതിനുള്ളിൽ തന്നെ നിൽക്കണമെന്ന നിലപാടിൽ എപ്പോഴും നിൽക്കുന്നത്. എന്തായാലും പവർ ടീമിൽ നിന്ന് ഗബ്രിയും ഋഷിയും പുറത്തായി. ഇനി പകരം കയറുന്നവർ. അവരെ പവർ ടീം ആയിരുന്നില്ല ഇത്തവണ സെലക്ട് ചെയ്ത്. അവിടെ ബിഗ് ബോസ് പ്ലാൻ മാറ്റിപ്പിടിച്ചു. പവർ ടീമിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവർ മുൻപോട്ട് വരാൻ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു. ഇത് പ്രകാരം മുന്നോട്ട് വന്നത് 5 പേരായിരുന്നു. സായ്, നന്ദന, ജാസ്മിൻ, ജിൻഡോ, സിജോ. ബാക്കിയുള്ളവരൊക്കെ ഞങ്ങളില്ല എന്ന നിലപാടിലാണ് ഇരുന്നിരുന്നത്. ഇനി എങ്ങോട്ടാണ് സത്യത്തിൽ ഇവർ ഇരിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. കാരണം നോറ ആയാലും ശ്രീതു ആയാലും ഇവരൊന്നും ഇതുവരെ പവർ റൂമിൽ കയറിയിട്ടില്ല. അതിനൊരു താല്പര്യം പോലും ഇവര് കാണിക്കുന്നില്ല. സ്വയം ഒരു ചാലഞ്ച് എടുത്ത് മുന്നോട്ട് വരികയാണ് സത്യത്തിൽ വേണ്ടത്. ഇനി ടാസ്ക്. ആക്ടിവിറ്റി ഏരിയയിൽ തന്നിരിക്കുന്ന വിഷയത്തിൽ ഒരു ഡിബേറ്റ് നടത്തണം. ആര് പുറത്താകും എന്താണ് ടോപ്പിക്. ബസർ അടിക്കുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുക, അടുത്ത ബസർ അടിക്കുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുക. ഇങ്ങനെയാണ് ടാസ്ക് നടന്നത്. അങ്ങനെ ഫസ്റ്റ് റൗണ്ടിൽ ജാസ്മിൻ, സെക്കൻഡ് റൗണ്ടിൽ ജിൻഡോ, തേർഡ് റൗണ്ടിൽ സിജോ. അങ്ങനെയാണ് ഔട്ടായത്. ലാസ്റ്റ് വന്ന നന്ദനയും സായുമാണ് പവർ റൂമിലേക്ക് കയറിപ്പറ്റിയത്. സത്യത്തിൽ നന്ദനയാണ് ഈ ടാസ്കിൽ സ്കോർ ചെയ്തത്. കാരണം വളരെ പെട്ടെന്നുള്ള അതുപോലെ സ്പീഡുള്ള സംസാരമാണ് നന്ദനയുടേത്. അതുകൊണ്ട് തന്നെ എത്ര നേരം വേണമെങ്കിലും സംസാരിച്ച് നിൽക്കാൻ ആ കുട്ടിക്ക് പറ്റും. അപ്പോൾ പുതിയ പവർ ടീം അങ്ങനെ ഫോം ചെയ്തിരിക്കുകയാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ വലിയ പ്രയോജനമൊന്നും ഉണ്ടാവും തോന്നില്ല. കാരണം സായി കൃഷ്ണ, നമുക്ക് സായി കൃഷ്ണനെ അറിയാം, മുക്കിലും മൂലയിലും പോയി പരദൂഷണം പറയാന്നല്ലാതെ ഒരു കഥയില്ലാത്ത മനുഷ്യരാണ്. നന്ദനയാണെങ്കിൽ താനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ മാത്രമാണ് ആ കുട്ടി പ്രതികരിക്കാറുള്ളത്. അതുകൊണ്ട് അമിത പ്രതീക്ഷയൊന്നും വെക്കേണ്ട ആവശ്യമില്ല. പവർ ടീം അഴിച്ചുപണിയൊക്കെ നടന്ന സ്ഥിതിക്ക് പുറത്തായവരെ ടീമിലാക്കണം. ഗബ്രി നെസ്റ്റിലേക്കും ഋഷി ടണലിലേക്കും ക്യാപ്റ്റനായ ശ്രീതു ഡന്നിലേക്കുമാണ് പോയത്. ഇനി എവിക്ഷൻ നോമിനേഷൻ. പവർ ടീം ഡയറക്റ്റ് നോമിനേഷൻ ജാസ്മിൻ ആയിരുന്നു. ശരിക്കും വരേണ്ടിയിരുന്നത് ജിൻഡോയും ഗബ്രിയുമായിരുന്നു. അവരെ മറ്റുള്ളവരെ നോമിനേറ്റ് ചെയ്യുമെന്ന കാരണത്തെ മുൻനിർത്തിയാണ് പവർ ടീം ജാസ്മിനെ നോമിനേറ്റ് ചെയ്യുന്നത്. ബാക്കി നോമിനേഷനിലേക്ക് വന്നത് അൻസിബ, അർജുൻ, ജിൻഡോ, ഋഷി, ഗബ്രി, സിജോ, നോറ. മറ്റൊന്ന് ലാലേട്ടന്റെ പണിഷ്മെന്റ് കിട്ടിയ അബിയും. അങ്ങനെ ടോട്ടല് 9 പേരാണ് ഇത്തവണ നോമിനേഷനിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. വീടിനുള്ളിൽ നിൽക്കാൻ താല്പര്യമില്ല എന്ന പേരിലാണ് അൻസിബ നോമിനേറ്റ് ആവുന്നത്. അതുപോലെ അർജുൻ ആണെങ്കിൽ ഇനാക്റ്റീവ്, ജിൻഡോ ആണെങ്കിൽ ഡേഞ്ചറസ് കോയിൻ ടാസ്കിലെ ഫിസിക്കൽ അറ്റാക്ക്, അൻസിബയുടെ നാവായി നിൽക്കുന്നത് കൊണ്ട് ഋഷി. ഇനി സിജോയാണെങ്കിൽ വീരവാദം മാത്രം, ഒട്ടും ആക്റ്റീവ് അല്ല. ലാസ്റ്റ് വന്ന നോറയാണെങ്കിൽ വിക്ടിം കാർഡ് ഇറക്കി കളിക്കുന്നു. ഇതൊക്കെയാണ് ഇവര് നോമിനേഷനിലേക്ക് എത്താനുള്ള കാരണം. ഒന്ന് മാറ്റിപ്പിടിച്ചാലോ എന്ന ടാഗ് ലൈൻ പോലെ എവിക്ഷനിൽ ബിഗ് ബോസ് ഒരു ചേഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഒരു വ്യക്തിയെ എന്തിന്റെ കാരണത്താലാണ് നോമിനേറ്റ് ചെയ്തത് എന്ന കാരണം ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടാണ് ബിഗ് ബോസ് നോമിനേറ്റ് ആയവരെ അനൗൺസ് ചെയ്തത്. ഒരുപക്ഷെ സ്വയം മനസ്സിലാക്കി അത് മാറ്റുക എന്തായിരിക്കണം ഇതുകൊണ്ട് ബിഗ് ബോസ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഒരു തരത്തിൽ പറഞ്ഞാൽ എവിക്ഷനിൽ വരണമെന്ന് പ്രേക്ഷകർ ആഗ്രഹിച്ച ആൾക്കാരൊക്കെ ഇത്തവണ നോമിനേഷനിലുണ്ട്. പ്രത്യേകിച്ച് അർജുനും ഋഷിയും. അർജുനായാലും ഋഷി ആയാലും ഒട്ടും ആക്റ്റീവ് അല്ലാത്ത ആൾക്കാരാണ്. അർജുനെ കൊണ്ട് യാതൊരു പ്രയോജനം ഇല്ല എന്ന അവസ്ഥയാണ്. ആകെ ശ്രീതു ഉള്ളത് കൊണ്ടാണ് കുറച്ചെങ്കിലും അർജുന് സ്ക്രീൻ സ്പേസ് കിട്ടുന്നത് തന്നെ. ഇനി ഋഷി ആണെങ്കിലോ അൻസിബ പറഞ്ഞാലും ഞാൻ സംസാരിക്കുന്ന രീതിയാണ്. അതുകൊണ്ട് ഇവർ 2 പേരും എവിക്ഷനിൽ എത്തിയത് വളരെ നന്നായി.
ഇതിൽ തന്നെ 1, 2, 3 ആളുകൾ ഇത്തവണ പുറത്തു പോകാൻ ചാൻസ് ഉണ്ട്. എന്തായാലും 50 ദിവസമൊക്കെ ആയ സ്ഥിതിക്ക് നോമിനേഷൻ ക്യാൻസൽ ചെയ്യാൻ സാധ്യത കുറവാണ്. മറ്റൊരു കാര്യം, പവർ ടീമിൽ ഉള്ളത് കൊണ്ടാണ് ശരണ്യ, അതുപോലെ നന്ദന, സായ്, ശ്രീരേഖ ഇവരൊക്കെ രക്ഷപ്പെട്ടത്. ഇല്ലെങ്കിൽ ഉറപ്പായും ഇവരൊക്കെ നോമിനേഷനിൽ വരുമായിരുന്നു. അതുപോലെ പുതിയ ക്യാപ്റ്റൻ ചാർജ് എടുത്തു. രസ്മിൻ ബായ് ഇനി എന്തെല്ലാം പരിഷ്കാരങ്ങളാണ് ബിഗ് ബോസ് വീട്ടിൽ കൊണ്ടുവരിക എന്നൊക്കെ കണ്ടറിയണം. ആദ്യം തന്നെ രസ്മിൻ തറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്, ഗെയിമുകളിലെ ഫിസിക്കൽ അറ്റാക്ക് ഉണ്ടെന്ന് തോന്നിയാൽ ആ വ്യക്തിയെ ഡിസ്ക്വാളിഫൈ ചെയ്യുമെന്ന്. ശ്രീധുവിനോ പറ്റിയില്ല, രസ്മിനെങ്കിലും അതിന് പറ്റിയാൽ നല്ലത്. അടുത്തത് ടാസ്ക് ആണ് ചൂരൽ കഷായം. അത്ര ഫിസിക്കൽ ടാസ്ക് ഒന്നും ആയിരുന്നില്ല, ഒരു എൻഗേജിംഗ് ആയ ടാസ്ക്. ഒരു റൗണ്ടിനുള്ളിൽ എല്ലാ മത്സരാർത്ഥികളും നിൽക്കണം. ക്യാപ്റ്റൻ ബ്ലൈൻഡ് കെട്ടി തന്നിരിക്കുന്ന സ്റ്റിക്ക് കൊണ്ട് അടിക്കുക. അടി കൊള്ളാതെ റൗണ്ടിനുള്ളിൽ നിൽക്കുക എന്നതാണ് ടാസ്ക്. ആരുടെ മേലാണോ ഈ അടി കിട്ടുന്നത് ആ ആൾ ഇതുപോലെ ബ്ലൈൻഡ് കെട്ടണം. വീണ്ടും ഇതേ മത്സരം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. റൗണ്ടിൽ നിന്ന് പുറത്തു പോയാലേ ഔട്ടാകും. അവസാന റൗണ്ടിനുള്ളിൽ അടി കിട്ടാതെ അവശേഷിക്കുന്ന ആരാണോ അവര് ജയിക്കും. ഇതായിരുന്നു ടാസ്ക്. ആദ്യം തന്നെ ജാസ്മിൻ ഔട്ടായി, അടി കൊണ്ടിട്ടല്ല, മറിച്ച് റൗണ്ടിൽ നിന്ന് പുറത്തായതുകൊണ്ടാണ്. ലാസ്റ്റ് ജയിച്ചത് അപ്സരയാണ്. സംഭവം എൻഗേജിംഗ് ആയ ഒരു ടാസ്ക് ആയിരുന്നുവെങ്കിലും ടാസ്കിന് പിന്നാലെ ജാസ്മിനും ഗബ്രിയും തമ്മിൽ നടന്ന വഴക്കാണ് ഏറ്റവും ശ്രദ്ധ നേടിയത്. ഗബ്രി ജാസ്മിനോട് പറയുന്നുണ്ട്, ഡേഞ്ചറസ് കോയിൻ ടാസ്കിൽ ഡെൻ ടീമിൽ ശ്രീതു ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ ജയിച്ചേർന്നു എന്ന്. ഇത് കേട്ടതും ജാസ്മിന് കൺട്രോൾ പോയി. അതായത് കഴിഞ്ഞ ആഴ്ചയിലെ നമുക്കറിയാം ഡെൻ ടീമിലെ അൻസിബ, ജാസ്മിൻ, ജിൻഡോ ഇവരൊക്കെയാണ് ഉണ്ടായിരുന്നത്. ജിൻഡോ ഒഴികെ ബാക്കി ആർക്കും തന്നെ ഈ ടാസ്കിൽ ഓടിയെത്താനും മറ്റും കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ ടാസ്കിൽ ടീം തോൽക്കുകയും ചെയ്തു. ഈ വീക്കിലാണ് ഡെൻ ടീമിലേക്ക് ശ്രീതു എത്തുന്നത്. അത് ബേസ് ചെയ്തിട്ടാണ് ഗബ്രി സംസാരിക്കുന്നത് തന്നെ. ശ്രീതു ഫിസിക്കലി ആക്റ്റീവായി ഗെയിം കളിക്കുമെന്നൊക്കെ ഗബ്രി പറയുന്നുണ്ട്. ജാസ്മിൻ ഇതൊക്കെ കേട്ട് സഹിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? അതും പറഞ്ഞത് ഗബ്രിയാണ്. ഗബ്രി ആദ്യം ഈ ഡയലോഗ് പറയുന്നത് ഡൈനിങ് ടേബിളിൽ ഇരുന്നാണ്. ആ സമയത്ത് അവിടെ ജിൻഡോ ഉൾപ്പെടെയുണ്ട്. ഇത്രയും ആളുകൾ കേട്ടു എന്നതും ഗബ്രി തന്നെ കൊച്ചാക്കിയതുപോലെ ഒരു ഫീല് വന്നതുകൊണ്ടാണ് ജാസ്മിൻ ഇത്രയും ദേഷ്യപ്പെടുന്നതൊക്കെ. ഗബ്രിക്ക് വേണമെങ്കിൽ ജാസ്മിനോട് മാത്രമായി പേഴ്സണലായി പറയാമായിരുന്നു. തന്റെ മുന്നിലൊക്കെ ഇരുന്ന് പറയണമെങ്കിൽ കരുതി കൂട്ടി പറഞ്ഞതാണെന്നാണ് ജിൻഡോ രതീഷ് കുമാറിനോട് സംഭവത്തിന് പിന്നാലെ പറയുന്നത്. സത്യത്തിൽ ഗബ്രി മനഃപൂർവ്വം ജാസ്മിനെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം രണ്ടുപേരുടെയും ഒരു അടുപ്പം വെച്ച് ഗബ്രി ഇത്തരം രീതിയിൽ പറഞ്ഞാൽ ജാസ്മിൻ ഡൗൺ ആകുമെന്ന് ഉറപ്പാണ്. തന്നെ കൊച്ചാക്കിയല്ലോ എന്ന തോന്നൽ ജാസ്മിൻ അവിടെ വരും. മറ്റൊന്ന്, ജാസ്മിനെ കൂടുതൽ ഗെയിമുകളിൽ ആക്റ്റീവ് ആക്കുക എന്ന ഉദ്ദേശമായിരിക്കാം ഇതിന് പിന്നിലെ. ഈ പറഞ്ഞ രണ്ടിൽ ഏതായാലും സംഗതി സക്സസ് ആയിട്ടുണ്ട്. 50 ദിവസം കഴിഞ്ഞത് കൊണ്ടായിരിക്കണം ബിഗ് ബോസ് വീടിന്റെ ഉള്ളിൽ കുറച്ച് പരിഷ്കാരങ്ങൾ അഥവാ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. സാധാരണ ടാസ്കുകളിലെ പവർ ടീം ഒഴികെയുള്ള ടീമുകളാണ് മത്സരിക്കാറുള്ളതെങ്കിൽ ഇനി മുതൽ 4 ടീമും മത്സരിക്കണം. അത് മാത്രമല്ല, ഓരോ ടീമിനും ഓരോ കളറും ഇത്തവണ നൽകിയിട്ടുണ്ട്. വരും ദിവസങ്ങളിലെ കൂടുതൽ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി പുതിയ പവർ ടീമും പുതിയ ക്യാപ്റ്റനൊക്കെ എത്തിയ സ്ഥിതിക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. പിന്നെ ഗസ്റ്റായി എത്തിയ രതീഷ് കുമാർ വിചാരിച്ചതുപോലെ ഒരു പ്രൊവോക്കിങ്ങോ മറ്റോ ചെയ്യുന്നില്ല. ആകെ പറയാൻ ജാസ്മിൻ, ഗബ്രി ഇടയ്ക്ക് കയറൽ മാത്രമാണ് ഉള്ളത്. ജിൻഡോയുടെ ഇടയ്ക്ക് എവിടെ തുടങ്ങണം എന്നൊക്കെ അദ്ദേഹം ചോദിക്കുന്നു എന്നല്ലാതെ വന്നതിന്റെ ഓളൊന്നും വീട്ടിൽ കാണാനില്ല. എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യണം, കാരണം അധികം ടൈമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പുവശം. 50 ദിവസം കഴിഞ്ഞു. ഇനി മത്സരാർത്ഥികൾ ആക്റ്റീവ് ആയാൽ മാത്രമാണ് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. അതിനനുസരിച്ച് ഗെയിം കളിച്ചാൽ അവർക്ക് നല്ലത്.